ഹായ് ഓൾ. ഏപ്രിൽ 25 നടക്കാനിരിക്കുന്ന വിവിധ ITA ലെവൽ ഇലക്ട്രിക്കൽ പരീക്ഷകളായിട്ടുള്ള ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ, ഇലക്ട്രീഷ്യൻ, ഓവർസിയർ ഗ്രേഡ് 2 എന്ന് തുടങ്ങുന്ന പരീക്ഷകൾക്കെല്ലാം യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു 45 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 10 മൊഡ്യൂളുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ മൊഡ്യൂളിലും ഒന്നിലധികം സബ്ജക്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ സബ്ജക്റ്റുകളുടെ എല്ലാം ഇമ്പോർട്ടൻസ് നോക്കിയിട്ടാണ് നമ്മൾ ദിവസങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ബേസിക് ഇലക്ട്രിക്കൽ ഉണ്ട്, അതുപോലെ ഇലക്ട്രിക്കൽ പ്രാക്ടീസ്, എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്. നമ്മൾ നോക്കേണ്ടത് ITA ലെവൽ സിലബസ് ആണ്. അതായത് നിമി ബേസ്ഡ് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിനെയും നമ്മൾ ഓരോ സബ്ജക്റ്റുകൾ ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ മൊഡ്യൂൾ പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് 4 ദിവസമാണ് നമ്മൾ നീക്കിവെക്കേണ്ടത്. രണ്ടാമത്തെ മൊഡ്യൂളില് ബേസിക് ഇലക്ട്രിക്കലിലെ തന്നെ സിമ്പിൾ സർക്യൂട്ട്സും അതുപോലെ സെൽസ് ആൻഡ് ബാറ്ററീസും ആണ് ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് പഠിക്കുന്നതിന് വേണ്ടി 3 ദിവസമാണ് നമ്മൾ മാറ്റിവെക്കേണ്ടത്. മൂന്നാമത്തെ മൊഡ്യൂളിൽ 2 സബ്ജക്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, മാഗ്നറ്റിസവും അതുപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സും. അതിനുവേണ്ടി നമ്മൾ അലോട്ട് ചെയ്യുന്നത് 4 ദിവസമാണ്. മൊഡ്യൂൾ 4 നമ്മൾ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ AC ഫണ്ടമെന്റൽസ് അഥവാ AC സർക്യൂട്ട്സ്, വയറിംഗ് പ്രാക്ടീസ്, അതുപോലെ തന്നെ എർത്തിങ് ആണ്. ഇത് പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത് 6 ദിവസമാണ്. അഞ്ചാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ മെഷീൻസ് ആണ്. അതിലും DC മെഷീൻസ് ആണ് അഞ്ചാമത്തെ മൊഡ്യൂള്. അതിൽ നമുക്ക് DC ജനറേറ്റർ, DC മോട്ടർ, സ്റ്റാർട്ടേഴ്സ്, ഈ 3 ടോപ്പിക്കുകൾക്കും വേണ്ടി നമ്മൾ കൊടുക്കുന്നത് 5 ദിവസം സമയമാണ്. ആറാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് AC മെഷീൻസ് ആണ്. അതിൽ AC മോട്ടേഴ്സ്, സ്റ്റാർട്ടേഴ്സ്, ഇൻഡക്ഷൻ മോട്ടോഴ്സ്, അതുപോലെ ഓൾട്ടർനേറ്റേഴ്സ്, ഈ ഒരു ടോപ്പിക്കുകളെല്ലാം തന്നെ കവർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അലോട്ട് ചെയ്യുന്നത് 8 ദിവസം സമയമാണ്. ഏഴാമത്തെ മൊഡ്യൂളിൽ 2 സബ്ജക്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്, മെഷർമെന്റ്സും അതുപോലെ തന്നെ AC മെഷീൻസിലെ ട്രാൻസ്ഫോമർ ടോപ്പിക്കുമാണ്. ഇതിനു വേണ്ടി അലോട്ട് ചെയ്യുന്നത് 5 ദിവസം സമയമാണ്. എട്ടാമത്തെ മൊഡ്യൂളായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇല്യൂമിനേഷനും അതുപോലെ തന്നെ ബേസിക് ഇലക്ട്രോണിക്സും ആണ്. ഈ 2 സബ്ജക്റ്റും പഠിക്കുന്നതിന് വേണ്ടി 4 ദിവസമാണ് നമ്മൾ അലോട്ട് ചെയ്യുന്നത്. 9ാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കേണ്ടത് പവർ സിസ്റ്റം ആണ്. അതിലെ പവർ സിസ്റ്റത്തിലെ ജനറേഷനും നമ്മൾ ആ ഒരു മൊഡ്യൂളിലാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി 10ാമത്തെ മൊഡ്യൂൾ എടുക്കുകയാണെങ്കിൽ അത് പവർ സിസ്റ്റം ആണ്. അപ്പൊ നമ്മളിപ്പോൾ പവർ സിസ്റ്റം പഠിക്കുമ്പോൾ ഒന്നെങ്കിൽ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തുകൊണ്ട് 9ാമത്തെ മൊഡ്യൂളും 10ാമത്തെ മൊഡ്യൂളും ക്ലബ് ചെയ്ത് പഠിക്കാം. അപ്പൊ മൊത്തത്തിൽ പവർ സിസ്റ്റത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സിന്റെ കുറച്ച് ബേസിക് ഐഡിയാസ് കൂടി പഠിച്ചിരിക്കണം. അപ്പൊ ഇത് രണ്ടും കൂടി ഈ 9ഉം 10ഉം മൊഡ്യൂളിനും കൂടി നമ്മൾ എടുക്കുന്നത് 3+3 അതായത് 6 ദിവസമാണ്. അങ്ങനെ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ 10 മൊഡ്യൂളുകൾ പഠിക്കുന്നതിന് വേണ്ടി 45 ദിവസമാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഡേ 1 ആയിട്ട് നമ്മൾ പറയുന്നത് മാർച്ച് 2-ാം തീയതിയാണ്. മാർച്ച് 2-ാം തീയതി നമ്മുടെ പ്രിപ്പറേഷൻ ഒരാൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് ഒന്നും പഠിച്ചു തുടങ്ങാത്ത ഒരാൾ. ആ ആള് ഈ പറയുന്ന പ്രിപ്പറേഷൻ 45 ദിവസം കൊണ്ട് നമ്മൾ ഈ പറയുന്ന രീതിയിലാണ് പഠിച്ചു പോകുന്നതെങ്കിൽ എക്സാം ഏപ്രിൽ 25-ാം തീയതി നമ്മൾ എഴുതാൻ പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം സിലബസിൽ പറയുന്ന എല്ലാ ടോപ്പിക്കുകളും ഞാൻ നോക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ്. ഇനി അത്യാവശ്യം 2023-ലെയൊക്കെ പരീക്ഷകൾക്ക് തയ്യാറെടുത്തവരാണ് എങ്കിൽ അവർ മറന്നുപോയ പല കാര്യങ്ങളും ഉണ്ടാവും. അല്ലെങ്കിൽ ഓരോ ക്വാളിഫിക്കേഷൻ ലെവൽ എക്സാമുകൾ അനുസരിച്ച് ആ ഒരു ലെവലിൽ നമ്മൾ പ്രിപ്പറേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതെല്ലാം തന്നെ ഈ ഒരു 45 ദിവസത്തെ സ്റ്റഡി പ്ലാനിൽ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒന്ന്, നമ്മുടെ പഠനത്തിന് ഒരു ഡിസിപ്ലിൻ വരുത്താനും, 2, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മുടെ സിലബസ് ഫുള്ള് കവർ ചെയ്തെടുക്കാനും, 3, നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാനും വേണ്ടി ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മാർച്ച് 2-ാം തീയതിയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 45 ദിവസം എന്ന് പറയുന്നത് ഏപ്രിൽ 15-ാം തീയതി ആയിരിക്കും. ഏകദേശം ഏപ്രിൽ 15-ാം തീയതിയോട് കൂടി സിലബസിൽ പറയുന്ന ഏകദേശം എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ പഠിച്ചു തീർക്കും. അതിനുശേഷം ഒരു 10 ദിവസം, 10 അല്ല ഒരു 9 ദിവസം സമയമുണ്ട്. ആ 9 ദിവസത്തിലെ 5 ദിവസം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒന്നിലധികം മൊഡ്യൂളുകൾ ഓടിച്ചിട്ടൊന്ന് റിവൈസ് ചെയ്യാം. ഒന്നെങ്കിൽ ആ ഒരു പാറ്റേൺ അഗെയിൻ റിവിഷന് വേണ്ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്ന 9 ദിവസം 1 to 9 days നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയോ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനോ വേണ്ടിയോ യൂസ് ചെയ്യാം. ഈ 9 ദിവസം ഒന്നും പഠിക്കാതിരിക്കരുത്. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും ഓർത്തിരുന്നാൽ മാത്രമേ എക്സാം ഹോളിൽ നമുക്കത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് ഒരു കുത്തഴിഞ്ഞ പുസ്തകം പോലെയാണ്
ആണ് നമ്മുടെ തലച്ചോറിൽ ഈ കാര്യങ്ങളെല്ലാം കിടക്കുന്നതെങ്കിൽ എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനും എല്ലാത്തിനും ഇപ്പൊ ഈ മെഡിക്കൽ സ്റ്റോറിലൊക്കെ ഗുളികകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് പോലെ നമുക്ക് ആ മെഡിസിൻസ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് പോലെ നമ്മുടെ മെമ്മറിയിലെ ഓരോ പോർഷനിലും ഓരോ ഏരിയയിലും ഓരോ ടോപ്പിക്സ് നമുക്ക് ഫിക്സ് ചെയ്ത് നിർത്തിയത് അല്ലെങ്കിൽ അത് നമ്മുടെ മെമ്മറിയിൽ ഫിക്സ്ഡ് ആണ് എന്ന് ഉറപ്പിക്കാനായിട്ട് ഈ റിവിഷൻ ഡേയ്സ് നമ്മളെ സഹായിക്കും. അങ്ങനെ നമ്മുടെ 55ാമത്തെ ദിവസം അഥവാ ഏപ്രിൽ 25-ാം തീയതി ആയിരിക്കും നമ്മൾ പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പൊ ഇനി നമുക്ക് ഓരോ ദിവസവും എങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഡേ 1 എന്ന് പറയുന്നത് മാർച്ച് 2 ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മൊഡ്യൂളുകൾ നോക്കി ചില മൊഡ്യൂൾ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന മൊഡ്യൂളായിരിക്കും. എന്നിരുന്നാൽ പോലും ആ മൊഡ്യൂളിന് എത്ര ദിവസമാണോ അലോട്ട് ചെയ്തിട്ടുള്ളതെന്ന് നോക്കുക. കഴിയുന്നതും ആ മൊഡ്യൂളിന് നമ്മളിപ്പോ ബേസിക് ഇലക്ട്രിക്കൽ അത്യാവശ്യം നല്ലതായിട്ട് അറിയാവുന്ന ഒരാളാണെങ്കിൽ അത് പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ 4 ദിവസമാണ് വെച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഒരു 3 ദിവസം കൊണ്ട് ഈ പറയുന്ന എല്ലാ ഏരിയയും നിങ്ങൾ പഠിച്ചു തീർന്നിട്ടുണ്ടെങ്കിൽ റിസർവ് ചെയ്ത ഒരു ദിവസം നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് അറിയില്ലാത്ത ഏതെങ്കിലും സബ്ജക്ട് ഉണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന് വേണ്ടി നിങ്ങൾക്ക് റിസർവ് ചെയ്ത് വെക്കാം. അതും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അടുത്ത ഓർഡറിൽ സബ്ജക്റ്റുകളെല്ലാം പഠിച്ചിട്ട് നമ്മുടെ റിവിഷന്റെ ദിവസങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുന്നതിന് വേണ്ടി ആ ഒരു ദിവസം നിങ്ങൾക്ക് റിസർവ് ചെയ്തിടാം. അപ്പോൾ മാർച്ച് 2-ാം തീയതി അതായത് നമ്മുടെ ഒന്നാമത്തെ ഡേയിൽ നിങ്ങൾ ഫണ്ടമെന്റൽസ് ബേസിക് ഇലക്ട്രിക്കലിന്റെ ഫണ്ടമെന്റൽസും അതുപോലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കുമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ ടോപ്പിക്ക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിർബന്ധമായും ITA ലെവലിൽ വരുന്ന ഏതെങ്കിലും ഒരു 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാവണം. അറ്റ്ലീസ്റ്റ് 1 മുതൽ 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രൂപത്തിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിട്ടുണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു 200 ക്വസ്റ്റ്യൻസ് അവിടെ പഠിക്കാനായിട്ട് സാധിക്കും. ഇനി 2ാമത്തെ ദിവസം അഥവാ മാർച്ച് 3-ാം തീയതി നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് നമ്മൾ നോക്കേണ്ടത് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആണ്. അതായത് നമ്മൾ കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് അതിലൊക്കെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലുള്ള മെറ്റീരിയൽസിനെ പറ്റി എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ പറ്റി പഠിക്കേണ്ടത് നമ്മൾ ഈ മാർച്ച് 3-ാം തീയതി അഥവാ നമ്മുടെ സെക്കൻഡ് ഡേയിലായിരിക്കണം. അതോടൊപ്പം തന്നെ 200 ക്വസ്റ്റ്യൻസ് അഥവാ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നിർബന്ധമായിട്ട് നോക്കിയിട്ടുണ്ടായിരിക്കണം. ഇനി 3ാമത്തെ ദിവസം സേഫ്റ്റി പ്രാക്ടീസസിന് വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് റെസ്പിറേഷൻ അതുപോലെ സേഫ്റ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്, സേഫ്റ്റി ടൂൾസ് ഇതെല്ലാം നമുക്ക് ഈ 3ാമത്തെ ദിവസം പഠിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടി നിർബന്ധമായി നോക്കണം. 4ാമത്തെ ദിവസം അഥവാ മാർച്ച് 5-ാം തീയതി നമ്മൾ വയേഴ്സ്, ജോയിന്റ്, സോൾഡറിംഗ് എന്ന് പറയുന്ന ബേസിക് ഇലക്ട്രിക്കലിലെ ടോപ്പിക്കാണ് നമ്മൾ നോക്കേണ്ടത്. അന്ന് തന്നെ നമ്മൾ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടി നിർബന്ധമായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. ഇനി അടുത്തത് മാർച്ച് 6-ാം തീയതിയാണ്. മാർച്ച് 6-ാം തീയതി അതായത് നമ്മുടെ 5th ഡേ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ അന്ന് തുടങ്ങുന്നത് ബേസിക് ഇലക്ട്രിക്കലിൽ തന്നെ നമ്മൾ സിമ്പിൾ സർക്യൂട്ട്സ് പഠിക്കണം. യൂഷ്വലി കിർച്ചോഫ്സ് കറണ്ട് ലോ, കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ, ഓംസ് ലോ യൂസ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെയാണ് സാധാരണ സിമ്പിൾ സർക്യൂട്ട്സിൽ നമുക്ക് പഠിക്കാനുണ്ടാവുക. അപ്പൊ അതെല്ലാം നമ്മൾ നോക്കണം. അതോടൊപ്പം തന്നെ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നമ്മുടെ 5th ഡേയിൽ നമ്മൾ നോക്കണം. ഇനി മാർച്ച് 7-ാം തീയതി അഥവാ നമ്മുടെ 6th ഡേയിൽ നമ്മൾ സെൽസ് ആൻഡ് ബാറ്ററീസ്, നമുക്കറിയാം സെക്കൻഡറി സെല്ലുണ്ട് അതുപോലെ പ്രൈമറി സെല്ലുണ്ട്, അതിന്റെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. എല്ലാം കൂടി വാരി വലിച്ച് പഠിക്കേണ്ട ഒരു ഓർഡറിൽ 1ാമത്തെ സെൽസ് ആൻഡ് ബാറ്ററീസിന്റെ ദിവസം 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിർബന്ധമായിട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഒരു സെറ്റ് ഓഫ് സെൽസ് ആൻഡ് ബാറ്ററീസ് നമ്മൾ നോക്കണം. ഇനി മാർച്ച് 8-ാം തീയതി അതായത് നമ്മുടെ 7ാമത്തെ ദിവസം സെൽസ് ആൻഡ് ബാറ്ററീസിന്റെ ബാക്കി വരുന്ന റിമൈനിങ് പോർഷൻസ് നോക്കുക. അതോടൊപ്പം തന്നെ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി വർക്ക്ഔട്ട് ചെയ്യുക. ഇനി മാർച്ച് 9-ാം തീയതി, മാർച്ച് 9 എന്ന് പറയുന്നത് 8ാമത്തെ ദിവസമാണ്. നമ്മുടെ 3ാമത്തെ മൊഡ്യൂൾ അപ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യണം. അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റിസം എന്നാണ് നമ്മുടെ സബ്ജക്റ്റിന്റെ പേര്. എന്നാൽ ഈ സബ്ജക്റ്റിനെ മാഗ്നറ്റിസം എന്ന് പറയുന്ന ടോപ്പിക്കായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ് നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. അതിൽ മാർച്ച് 9-ാം തീയതി അഥവാ നമ്മുടെ 8ാമത്തെ ദിവസം നമ്മൾ മാഗ്നറ്റിസം ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കൂടാതെ നമ്മൾ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക. 9ാമത്തെ ദിവസവും മാഗ്നറ്റിസം തന്നെ പഠിക്കുക. 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണം. അതോടൊപ്പം നമ്മൾ ഈ മാഗ്നറ്റിസം പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ഒരുപാട് ടേംസ് പഠിക്കുന്നുണ്ട്, ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ ഈ ഇക്വേഷനുമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മുടെ ആപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ട്രേഡ്സ്മാന്റെ ക്രാഷ് കോഴ്സിലൊക്കെ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ക്രാഷ് കോഴ്സിലൊക്കെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. 10ാമത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സും അതുപോലെ തന്നെ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നിർബന്ധമായിട്ടും വർക്ക്ഔട്ട് ചെയ്യണം.
11ാമത്തെ ദിവസം നമ്മൾ കപ്പാസിറ്റർ ടോപ്പിക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കപ്പാസിറ്ററുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഓടിച്ചിട്ട് നോക്കിയിട്ടുണ്ടാവുക. നമ്മുടെ PDF നോട്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ക്ലാസ്സസ് എല്ലാം കണ്ടു തീർത്തിട്ടുണ്ടായിരിക്കണം. 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി അന്നേ ദിവസം നമ്മൾ നോക്കി തീർക്കണം. ഇനി നമ്മുടെ 12ാമത്തെ ദിവസം നമ്മൾ മൊഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്യുക. മൊഡ്യൂൾ 4 എന്ന് പറയുമ്പോൾ AC ഫണ്ടമെന്റൽസും അതുപോലെ വയറിംഗ് പ്രാക്ടീസസും ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ AC ഫണ്ടമെന്റൽസിൽ AC സർക്യൂട്ട്സ് നമ്മൾ എന്ത് ചെയ്യുക, 12ാമത്തെ ദിവസം നോക്കുക. അതോടൊപ്പം 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം. AC സർക്യൂട്ട്സിൽ തന്നെ റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററും വരുന്ന, ചിലപ്പോൾ അതിന്റെ കോമ്പിനേഷൻ വരുന്ന സർക്യൂട്ട്സ് നമ്മൾ പഠിക്കണം. അതോടൊപ്പം നമ്മൾ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ 13ാമത്തെ ദിവസം നമ്മൾ എടുത്തു നോക്കണം. 14ാമത്തെ ദിവസം നമ്മുടെ 3 ഫേസ് സിസ്റ്റം, AC സിസ്റ്റത്തിലെ തന്നെ 3 ഫേസ്, അതുവരെ നമ്മൾ സിംഗിൾ ഫേസിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, 14ാമത്തെ ദിവസം 3 ഫേസ് സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ടോപ്പിക്കും അന്നത്തെ ദിവസം കവർ ചെയ്യുക. അതോടൊപ്പം തന്നെ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി വർക്ക്ഔട്ട് ചെയ്യണം. ഇനി 15ാമത്തെ ദിവസം ഇലക്ട്രിക്കൽ ആക്സസറീസ് ആണ്. ഇലക്ട്രിക്കൽ ആക്സസറീസിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് ടൂൾ നമുക്ക് നോക്കാം. അതുപോലെ അടുത്ത വയറിംഗ് നമുക്ക് നോക്കണം, എർത്തിങ് നമുക്ക് നോക്കണം. ഇതിനെല്ലാം വേണ്ടി നമ്മൾ 15, 16, 17 ഇതെല്ലാം വരുന്നത് വയറിംഗ് പ്രാക്ടീസസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന്റെ അണ്ടറിലാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ നിർബന്ധമായും 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഇത് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി 18ാമത്തെ ദിവസം നമ്മൾ 5ാമത്തെ മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. DC മെഷീൻസ് ആണ്. അതിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, DC ജനറേറ്റർ പഠിക്കുക. അതോടൊപ്പം 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി വർക്ക്ഔട്ട് ചെയ്യുക. 19ാമത്തെ ദിവസവും നമ്മൾ എന്ത് പഠിക്കുക, DC ജനറേറ്റർ പഠിക്കുക. 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ DC ജനറേറ്ററിന് നമ്മൾ 2 ദിവസം കൊടുത്തു. ഇനി 20ഉം 21ഉം ദിവസങ്ങളിൽ നമ്മൾ DC മോട്ടറിന് പ്രാധാന്യം കൊടുക്കുക. അതോടൊപ്പം തന്നെ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി വർക്ക്ഔട്ട് ചെയ്യുക. 22ാമത്തെ ദിവസം മോട്ടറിൽ തന്നെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റാർട്ടേഴ്സ് പഠിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ 22ാമത്തെ ദിവസം പഠിക്കാം. അതോടൊപ്പം തന്നെ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഇനി 23ാമത്തെ ദിവസം, അതായത് നമ്മൾ 6ാമത്തെ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 6ാമത്തെ മൊഡ്യൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AC മെഷീൻസ് ആണ്. അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് അവിടെ കൂടുതലാണ്. ടോപ്പിക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 23ാമത്തെ ദിവസം നമ്മൾ ആദ്യം എന്തെടുക്കുക, 3 ഫേസ് മോട്ടർ, അതായത് ഇപ്പൊ നമ്മൾ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് നമ്മൾ എടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക. ഒരു ദിവസം മാത്രം പോരാ നമുക്ക് 3 ഫേസ് മെഷീൻ പഠിക്കാനായിട്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, 24ാമത്തെ ദിവസവും കൂടെ എടുത്തിട്ട് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. 25ാമത്തെ ദിവസം നമ്മൾ സിംഗിൾ ഫേസ് മോട്ടർ കവർ ചെയ്യുക. അതോടൊപ്പം 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. 26ഉം 27ഉം ദിവസങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ ഓൾട്ടർനേറ്റർ ടോപ്പിക് ഫുള്ള് കവർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ 4 ക്വസ്റ്റ്യൻ പേപ്പർ 2 ദിവസങ്ങളിലായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി 28, 29 ദിവസങ്ങളിലായിട്ട് നമ്മൾ സിംഗ്രണസ് മോട്ടോഴ്സ് ആണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വീതം 2 ദിവസവും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. ഇനി ഒരു ദിവസം നമ്മൾ റിസർവ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഒരുപാട് സ്പെഷ്യൽ ഇലക്ട്രിക്കൽ മെഷീൻസ് പഠിക്കാനുണ്ട്. അതെല്ലാം കൂടി ഒന്ന് നോക്കുന്നതിന് വേണ്ടി ഒരു ദിവസം നമ്മൾ മാറ്റിവെക്കുക. അതോടൊപ്പം തന്നെ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി വർക്ക്ഔട്ട് ചെയ്യണം. 31ാമത്തെ ദിവസം അഥവാ 7ാമത്തെ മൊഡ്യൂള് പഠിക്കുന്ന ദിവസം, സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം, അന്ന് നമ്മൾ 2 സബ്ജക്റ്റിന്റെ കോമ്പിനേഷൻ ആണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. ഒന്നാമത് മെഷർമെന്റ്സും പിന്നെയുള്ളത് ട്രാൻസ്ഫോമറും. അതിൽ 31ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യുക, മെഷർമെന്റ് സബ്ജക്റ്റിന് കൊടുക്കുക. അതുപോലെ 32ഉം, അതായത് മെഷർമെന്റ് സബ്ജക്റ്റിന് വേണ്ടി 2 ദിവസം നമ്മൾ മാറ്റിവെക്കണം. ആ 2 ദിവസം കൊണ്ട് നമ്മൾ 4 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടായിരിക്കണം. ഇനി ട്രാൻസ്ഫോമർ ടോപ്പിക് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 3 ദിവസം സമയം എടുത്തുകൊണ്ടായിരിക്കണം ട്രാൻസ്ഫോമർ ടോപ്പിക് മൊത്തം കംപ്ലീറ്റ് ആക്കേണ്ടത്. 3 ദിവസവും 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വീതം നിർബന്ധമായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി 36ാമത്തെ ദിവസം നമ്മുടെ മൊഡ്യൂൾ 8 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവറിൽ വരുന്ന ഒരു ടോപ്പിക് ആണ് ഇല്യൂമിനേഷൻ. സിലബസിൽ ഇല്യൂമിനേഷൻ ആണ് മെയിൻലി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഫോക്കസ് ചെയ്ത് പഠിക്കുക. 2 ദിവസമാണ് ഇല്യൂമിനേഷൻ ആയിട്ട് അലോട്ട് ചെയ്തിട്ടുള്ളത്. ആ 2 ദിവസം കൊണ്ട് 4 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി 38, 39 ദിവസങ്ങളിലായിട്ട് നമ്മൾ ബേസിക് ഇലക്ട്രോണിക്സ് ഒത്തിരി ഡെപ്തിലോട്ട് നമുക്ക് പഠിക്കാനില്ല. എന്നിരുന്നാൽ പോലും ബേസിക് ആയിട്ട് വരുന്ന കൺസെപ്റ്റുകൾ മാത്രം ഈ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ പഠിക്കുക. അതോടൊപ്പം തന്നെ ഒരു 4 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. ഇനി നമ്മൾ മൊഡ്യൂൾ 9 ആൻഡ് മൊഡ്യൂൾ 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ സിസ്റ്റം ആണ്.
ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് 6 ദിവസം എടുത്ത് നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി ഓർഡറിലാക്കിയിട്ട് ആദ്യത്തെ 3 ദിവസങ്ങളിൽ ആദ്യം നമ്മൾ ജനറേഷൻ പഠിക്കുക. ജനറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള ഡിഫറെന്റ് ജനറേഷൻ യൂണിറ്റ്സ് നമുക്കറിയാം. അതിനെപ്പറ്റി നമ്മൾ നോക്കണം. അതേപോലെ 2 ദിവസം എടുത്തുകൊണ്ട് പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സ് അഥവാ ഫ്യൂസ്, സർക്യൂട്ട് ബ്രേക്കേഴ്സ്, ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ 2 ദിവസം എടുത്ത് പഠിക്കണം. അതോടൊപ്പം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഇനി 43, 44, 45 ദിവസങ്ങളിലായിട്ട് നമ്മൾ നമ്മുടെ പവർ സിസ്റ്റം സബ്ജക്റ്റിലെ തന്നെ ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഈ പറയുന്ന 2 ടോപ്പിക്കുമാണ് പഠിക്കേണ്ടത്. അതിൽ ട്രാൻസ്മിഷനേക്കാൾ കുറച്ചും കൂടി ഡെപ്തിൽ നമ്മൾ നോക്കേണ്ടത് ഡിസ്ട്രിബ്യൂഷൻ സൈഡാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ 6 ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ 45 ദിവസം കംപ്ലീറ്റ് ആക്കുമ്പോഴേക്കും 10 മൊഡ്യൂളിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ആ സിലബസിൽ പറയുന്ന ടോപ്പിക്കുകളെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും. ഇത് നോട്ട് എഴുതി പഠിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ക്ലാസ് കണ്ടിട്ട് ഏറ്റവും റെലവെന്റ് എന്ന് നമ്മുടെ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ റിവിഷൻ ടൈം പറയുമ്പോൾ ആ റിവിഷൻ ടൈമിൽ അത് നോട്ട് ഓടിച്ചിട്ട് നോക്കുക. നമ്മൾ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള നമ്മുടെ PDF നോട്ടുകൾ ഒന്ന് നോക്കുക. ഇനി അതും അല്ലെങ്കിൽ സ്പീഡ് കൂട്ടിയിട്ട് നമ്മുടെ റെക്കോർഡഡ് വീഡിയോസ് ഒന്ന് സ്പീഡിൽ ലാസ്റ്റത്തെ റിവിഷൻ ആയിട്ട് നമ്മൾ അലോട്ട് ചെയ്തിട്ടുള്ള ദിവസങ്ങളിൽ കാണുക. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന റിവിഷന് വേണ്ടി നമ്മൾ മാറ്റി വെക്കേണ്ട 9 ദിവസങ്ങളുണ്ട്. ഈ 9 ദിവസങ്ങളിൽ പഠനം മാത്രം എന്ന് ഞാൻ പറയില്ല. കാരണം നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്യണം. കാരണം നമ്മൾ പഠിച്ച് കുത്തി നിറയ്ക്കുകയല്ല ചെയ്യേണ്ടത്. ആവശ്യത്തിന് നമുക്കത് ഒതുക്കി പറക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇത് എടുക്കാൻ നമുക്ക് ഈസി ആയിരിക്കണം. അതിനുവേണ്ടി കുറച്ച് റിലാക്സ് ചെയ്തുകൊണ്ട് എന്നാൽ എല്ലാ പഠിച്ച കാര്യങ്ങളൊന്ന് ഓടിച്ചിട്ട് നോക്കി എന്നൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റത്തെ 10 ദിവസം അല്ലെങ്കിൽ ലാസ്റ്റത്തെ 9 ദിവസം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം, ഒന്നാമത്തെ ദിവസത്തിൽ നമ്മൾ പഠിച്ച മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് PDF എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി തീർക്കാനായിട്ട് നോക്കുക. ഇനി ഈ PDF-നോടൊപ്പം നിങ്ങൾ എപ്പോഴും ഒരു ലെക്ചറർ നോട്ട് നമ്മൾ കൈവശം ഉണ്ടായിരിക്കണം. ആ ലെക്ചറർ നോട്ടിൽ നമ്മൾ വീഡിയോ ക്ലാസ് കണ്ടപ്പോൾ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ അത് PDF നോട്ടിൽ ഒന്നും കൂടി മറച്ചു നോക്കണം. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യുക, മൊഡ്യൂൾ 3ഉം 4ഉം കൂടെ ക്ലബ് ചെയ്ത് പഠിക്കുക. മൂന്നാമത്തെ ദിവസം മൊഡ്യൂൾ 5ഉം 6ഉം കൂടെ ക്ലബ് ചെയ്ത് പഠിക്കുക. നാലാമത്തെ ദിവസം മൊഡ്യൂൾ 7ഉം 8ഉം ക്ലബ് ചെയ്ത് പഠിക്കുക. അഞ്ചാമത്തെ ദിവസം മൊഡ്യൂൾ 9ഉം 10ഉം ക്ലബ് ചെയ്ത് പഠിക്കുക. ബാക്കി വരുന്ന ദിവസങ്ങളിൽ എന്ത് ചെയ്യുക, നമുക്ക് ഏറ്റവും പാട് എന്ന് തോന്നുന്ന സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ സബ്ജക്റ്റുകളെല്ലാം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ ഏപ്രിൽ 25-ാം തീയതി പരീക്ഷയ്ക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. കാരണം പലരും എന്നോട് ഈ 2023 പരീക്ഷ കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു കേസാണ്, പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാൽ പോലും എക്സാം ഹോളിൽ കയറിയപ്പോൾ ഇതെല്ലാം കൂടി ഓർത്തെടുക്കണം, ടെൻഷൻ കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, ഓർത്തെടുത്ത് അതൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. ഇതിനുള്ള കാരണം നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ തന്നെ അത് ഏത് സബ്ജക്റ്റിലെ ഏത് ടോപ്പിക്കിൽ നിന്നുള്ളത് ആണ് എന്ന് നമുക്ക് ഫൈനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോഴാണ് ആ ഒരു അറയിലുള്ള നമ്മുടെ മെമ്മറിയിൽ ആ ഒരു സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് റീകളക്ട് ചെയ്തെടുത്താൽ മാത്രം മതിയോ. അത്യാവശ്യം നമ്മൾ റിവിഷൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ PDF നോട്ടുകൾ വീണ്ടും വീണ്ടും നോക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ലെവൽ വെച്ചിട്ട് ഒന്നെങ്കിൽ 4 ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് 3 എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ 4 ഓപ്ഷനിൽ നിന്ന് എക്സാക്ട് ഒരെണ്ണം പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് റിവിഷൻ കുറവാണെങ്കിൽ എപ്പോഴും 2 ഓപ്ഷനിൽ കിടന്ന് നമ്മൾ കറങ്ങും. പലരും പറയുന്നതാണ്, എനിക്ക് 2 ഓപ്ഷനിൽ കിടന്ന് ഞാൻ കറങ്ങി. ചിലരത് നെഗറ്റീവ് ആക്കും, ചിലർ നെഗറ്റീവ് ആവണ്ടല്ലോ എന്ന് കരുതി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകും. അപ്പോഴും നമുക്ക് നഷ്ടം വരുന്നത് 1 അവിടുത്തെ ഒരു മാർക്കാണ്, 2 അഡീഷണൽ സമയമാണ്. അത് നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇനിയാണെങ്കിലും 2024 നടക്കാനിരിക്കുന്ന പല പരീക്ഷകൾ, അത് കേരള PSC മാത്രമല്ല മറ്റു പരീക്ഷകളിലാണെങ്കിൽ പോലും റിവിഷൻ പ്രോപ്പർ ആണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് നല്ല കോൺഫിഡൻസോടുകൂടി പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക. 12th ഫെയിൽ എന്നൊരു പടം ഈ അടുത്ത് നമ്മൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. അതിൽ പറയുന്ന ഒരു ടേമാണ് റീസ്റ്റാർട്ട്. 2023 എന്റെ അവസരങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് ഓർത്ത് നിരാശപ്പെട്ട് അല്ലെങ്കിൽ ഞാൻ ഇനി ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യില്ല എന്ന് ഓർത്തിരിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് റീസ്റ്റാർട്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക. ഇനി ഒന്നും പഠിക്കേണ്ട ആദ്യമായിട്ട് തുടങ്ങുന്നവരാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒന്ന് പഠിച്ചു നോക്കുക. എപ്പോഴും ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ പഠനം കുറച്ചും കൂടി ഓർഡർ ആക്കാനായിട്ട് സഹായിക്കും, കുറച്ചും കൂടി ഡിസിപ്ലിൻ ആവും. അപ്പൊ ആ പറയുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സബ്ജക്ട് എനിക്ക് തീർക്കണം എന്നുള്ളൊരു വാശി നിങ്ങൾക്കുണ്ടാവും.